വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് തനിക്ക് ലഭിച്ചത് വടകര സ്ക്വാഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണെന്ന് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മൊഴി. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിലാണ് റിബേഷ് ഇക്കാര്യം പറഞ്ഞത്. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന FB പേജ് അഡ്മിൻ മനേഷ്, റെഡ് ബറ്റാലിയൻ വാട്സാപ്പ് ഗ്രൂപ്പിലെ അതുൽ എന്നിവരെയാണ് SIT ഇന്ന് ചോദ്യം ചെയ്തത്. റിബേഷ് രാമകൃഷ്ണന് കാഫിർ സ്ക്രീൻഷോട്ട് ലഭിച്ചത് വടകര സ്ക്വാഡ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി നേതാവ് ജിതിൻ ഭാസ്കരൻ അഡ്മിനായിട്ടുള്ള വടകര സ്ക്വാഡ് എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. ഈ ജിതിൻ ഭാസ്കറിന് ഇത് കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാ? ജിതിൻ ഭാസ്കറിന് ഇത് കിട്ടിയിരിക്കുന്നത് CPMന്റെ മുൻ MLA ആയിട്ടുള്ള KK ലതികയിൽ നിന്ന്. KK ലതികക്ക് ഇത് എവിടുന്നാ കിട്ടിയത്? KK ലതികയുടെ വീട്ടിൽ നിന്ന്. KK ലതികയുടെ വീട്ടിൽ ആരുണ്ടാക്കി? KK ലതികയുടെ മക്കളുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന 2024 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെതിരെ CPM പ്രധാനമായിട്ടും ഉന്നയിച്ച അല്ലെങ്കിൽ എടുത്തുപയോഗിച്ച വർഗീയതയുടെ അങ്ങേ അറ്റത്തെ അതിൻ്റെ എക്സ്ട്രീം എൻഡിലെ ഒരു ആയുധമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. ആ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉത്ഭവവും സഖാക്കളാണ് എന്നുള്ളതാണ്. വളരെ കൃത്യമായിട്ട് ഈ സഖാക്കൾ ഇന്നലെ ഇവരുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങള് വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഞങ്ങളുടെ നിലപാട് മാറ്റിയിരിക്കുന്നു. വെള്ളാപ്പള്ളിയെ ഞങ്ങൾ എതിർക്കാൻ പോകുന്നു. വെള്ളാപ്പള്ളി വർഗീയവാദിയാണ്. ഈ വെള്ളാപ്പള്ളിയെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് അയാൾ സരസ്വതി വിളയുന്ന നാവാണ് അയാളുടേത്. ആ നാവിപ്പോ വർഗീയതയാണെന്നാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ പറയും വെള്ളാപ്പള്ളിക്കെതിരെ, വർഗീയതക്കെതിരെ. ആരാണ് പറയുന്നത്? ഈ വർഗീയതയുടെ തുടക്കക്കാര്, ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് സഖാക്കൾ മാത്ര. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയതയാണെന്ന് പറഞ്ഞത് സഖാവാണ്. മലപ്പുറത്ത് വിജയിച്ച് കയറുന്നവരുടെ പേര് നോക്കണം എന്ന് പറഞ്ഞതും സഖാവാണ്. മലപ്പുറത്തെ മക്കളുടെ വിജയത്തിൽ അസൂയ പൂണ്ടിട്ട് ആ മക്കൾക്കെതിരെ അധിക്ഷേപം നടത്തിയതും സഖാക്കൾ തന്നെയാണ്. മലപ്പുറത്തെ തീവ്രവാദ കേന്ദ്രമാക്കി മാറ്റാൻ പണിയെടുത്തതും സഖാക്കൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വർഗീയ കോമരങ്ങൾ സഖാക്കൾ മാത്രമാണ്. ആ സഖാക്കൾ പറയാണ് ഞങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ പോരാടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ പോരാടും എന്നാണ് ആര് പറയുന്നത്? സഖാക്കൾ പറയാണ്. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ടില് റിബേഷ് രാമകൃഷ്ണന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിന്ന് ഇന്നലെ ഒഴിവായിരിക്കുകയാ. എന്താ കാരണം? അഴി എണ്ണാൻ പോവുകയാ. 1 2 3 4 4 3 2 1 എണ്ണാൻ പോവുകയാ. അപ്പോ അതിന് മുന്നോടിയായിട്ട് പൂട്ടുമെന്നുള്ളത് ഉറപ്പായിരിക്കുകയാ. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ പറയുന്ന റിബേഷിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ അവിടെ അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല, കേസ് വഴിമുട്ടി എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിച്ചതാ കേസ്. അത് കണ്ടെത്താൻ കഴിയാഞ്ഞിട്ടല്ല, കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ കേസ് അവസാനിപ്പിച്ചത്. ഇത് പോകുന്നത് KK ലതികയിലേക്കാണെന്ന് കണ്ടെത്തിയപ്പോൾ അവിടെ അവസാനിപ്പിച്ചു ആ കേസ്. ഇനി അങ്ങോട്ട് പോകണ്ട എന്ന് കരുതി. കാരണം എന്താ? ഇനി അങ്ങോട്ട് പോയാൽ ഈ പറയുന്ന ലതികയടക്കം 8 നിലയിൽ പെടുമെന്നുള്ളത് ഉറപ്പായപ്പോൾ അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ നിങ്ങൾ നോക്ക്, UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 1 മാസം പോലും ആയില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന് ഈ കേസ് റീഓപ്പൺ ചെയ്ത് ഒരു അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചപ്പോൾ തന്നെ റിബേഷിൽ നിന്ന് ജിതിൻ ഭാസ്കരനിലേക്ക്, അവിടെ നിന്ന് KK ലതികയിലേക്ക്. ഇപ്പൊ KK ലതികയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് SIT എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമാണല്ലോ കാര്യങ്ങള്. വർഗീയതയുടെ കോമരങ്ങള് രാജ്യത്ത്, വർഗീയതയുടെ കോമരങ്ങൾ സംഘപരിവാരമാണെങ്കിൽ ഇങ്ങ് കേരളത്തിൽ വർഗീയതയുടെ കോമരങ്ങൾ ഈ സഖാക്കളാണ്. എസ്പെഷ്യലി മലബാറിൽ
മലബാറിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ അത്രയും വർഗീയത എന്ന് പറയുന്ന ഒരൊറ്റ വർഗീയ ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂര്, പെരിങ്ങത്തൂര്, ഇങ്ങനെ അങ്ങോട്ട് കറങ്ങിയാൽ അവിടങ്ങളിൽ വർഗീയത മാത്രമാണ് CPM-ന്റെ കയ്യിലെ ആയുധം എന്ന് പറയുന്നത്. ജനങ്ങളെ രണ്ട് ചേരിയിൽ നിർത്തുക, സദാസമയവും ജനങ്ങളെ രണ്ട് ചേരിയിൽ നടത്തുക. നാദാപുരത്തിൻ്റെ മണ്ണില്, കുറ്റ്യാടിയുടെ മണ്ണില്, വേളത്ത്, കടിയങ്ങാട്, വില്യാപ്പള്ളിയില് ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതത്രയും വർഗീയത മാത്രമാണ്. മുസ്ലിം വീടുകൾ കൊള്ളയടിച്ച്, ആക്രമിച്ച്, കൊള്ളയടിച്ച് കലാപങ്ങൾ ഉണ്ടാക്കിയത് അത്രയും സഖാക്കൾ മാത്രമാണ്. ആ സഖാക്കൾ പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാടാൻ പോവുക. ആരാണ്? നല്ല ഒന്നാം തരം ക്രിമിനൽ സഖാക്കൾ. പകൽ സമയങ്ങളിൽ മുസ്ലിമിൻ്റെ വീട്ടിലുള്ള സ്വത്തൊക്കെ നോക്കി വെക്കുക, എന്തൊക്കെ വാഹനമുള്ളത് നോക്കി വെക്കുക. എന്നിട്ട് ഇരുട്ടിൻ്റെ മറവിൽ വന്നിട്ട് വാഹനങ്ങൾ തീയിട്ട് നശിപ്പിച്ചിട്ട് ആളുകളെ ഭയപ്പെടുത്തി ഓടിച്ചിട്ട് ആ വീട്ടിലെ സ്വർണവും പണവും വിലപിടിപ്പുള്ളത് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2026 ഏപ്രിലിൽ നമ്മൾ കണ്ടത് കൃത്യമായിട്ട് കൊള്ളയടിക്കുന്നത്, സഖാക്കൾ കൊള്ളയടിക്കുന്നത്. ആ സഖാവ് പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെയാണ്. പേരാമ്പ്രയിൽ നമ്മൾ കണ്ടു, ഫാത്തിമ ദഹ്ലിയ എന്ന് പറയുന്ന ഒരു യുവ പോരാളി പേരാമ്പ്രയുടെ മണ്ണിൽ വന്നപ്പോൾ വർഗീയതയുടെ കാർഡ് ഇറക്കിയിട്ട് TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഇവരുടെ LDF-ന്റെ കൺവീനർ 8 നിലയിൽ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. അവിടെയും വർഗീയതയുടെ കാർഡ് ഇറക്കി. ഹൈന്ദവ വീടുകൾ കയറിയിട്ട് മത്സരിക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഏത് സംഘ് പരിവാറിൻ്റെ അതേ ആഖ്യാനം അത് കടമെടുത്തിട്ട് വർഗീയത പുലമ്പുന്ന സഖാക്കളെ നമ്മൾ കണ്ടു. ഈ സഖാക്കൾ പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാടാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എങ്ങനെയാണ് പോരാടുക? ഇവരുടെ ഉള്ളടക്കം തന്നെ വർഗീയതയാ. CPM-ന്റെ അടിസ്ഥാന ആയുധം ഈ മലബാർ ഏരിയകളിൽ, വടകരയിൽ, കുറ്റ്യാടിയിൽ, നാദാപുരത്ത്, പേരാമ്പ്രയില്, തലശ്ശേരിയില്, പാനൂരില്, കൂത്തുപറമ്പില്, ഇതാണ് ഇവരുടെ ആയുധം. വർഗീയത മാത്രമാണ്. ആ വർഗീയതയുടെ ചുമലിലേറിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പാർട്ടി പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാടുകയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുടെ എത്രമാത്രം വർഗീയത വിത്തുകളുണ്ട് എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, വടകരയിൽ ഷാഫി വരുമ്പോൾ പേര് ഷാഫി പറമ്പില, പേരാമ്പ്രയിൽ ഫാത്തിമ വരുമ്പോൾ ഫാത്തിമ തെഹ്ലിയ. കൃത്യമല്ലേ? വളരെ കൃത്യമല്ലേ? വർഗീയത ഉറഞ്ഞു തുള്ളുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, എങ്ങനെയെങ്കിലും അധികാരം വേണം, തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, അതിനുവേണ്ടി ജനങ്ങളെ രണ്ട് കോണിലേക്ക് വിഭജിച്ച് മാറ്റുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പണിയെടുക്കുകയായിരുന്നു ഈ കാലങ്ങളിൽ അത്രയും. ആ സഖാക്കൾ പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാടുക. കഴിയോ? ഇവരെ കൊണ്ട് കഴിയോ? സാധിക്കുമോ? അതിന് ഇവരെ കൊണ്ട് സാധിക്കില്ലെന്നേ. എന്തുകൊണ്ട്? കാരണം ഇവരുടെ ഉള്ളടക്കം, ഈ സഖാക്കളുടെ ഉള്ളടക്കം വർഗീയതയാ. മലപ്പുറത്തിനെതിരെ ആദ്യം ഉറഞ്ഞു തുള്ളിയത് സഖാക്കളാ. VS അച്യുതാനന്ദനിൽ നിന്നിങ്ങോട്ട് തുടങ്ങിയിട്ട് പിണറായി വിജയൻ വരെ. എന്നിട്ട് തുടക്കം കുറിച്ചിട്ട് ആ വടി വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു. ആ സഖാക്കൾ പറയാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ പോരാടുക. എങ്ങനെ കഴിയും? എങ്ങനെ സാധിക്കും? ഈ വർഗീയത കേരളത്തിൻ്റെ മണ്ണിൽ തുടക്കം വെച്ചത് അത് ഈ പറയുന്ന സഖാക്കളാണ്. അതും സഖാക്കളാണ്. അയ്യൻ്റെ പൊന്നുകെട്ടതും സഖാക്കള്. ദുരിതബാധിതരെ ഫണ്ട് അടിച്ചു മാറ്റി നക്കിയതും സഖാക്കള്. വർഗീയതയുടെ വക്താക്കളും സഖാക്കള്. എല്ലാം സഖാക്കള്.
പിണറായി വിജയൻ ചോദിച്ചത് വളരെ കൃത്യ, ഞാനല്ലാതെ മറ്റാര്? അതെ, വിജയൻ തന്നെ RSSുമായിട്ട് ഡീലുണ്ടാക്കിയതും സഖാവ് വിജയൻ. RSSുമായിട്ട് ഡീലുണ്ടാക്കിയത് സഖാവ് വിജയൻ 2026-ലോ 2021-ലോ 2016-ലോ മാത്രമല്ല. പിണറായി വിജയൻ കേരളത്തിൻ്റെ നിയമസഭ ആദ്യമായിട്ട് കാണുന്നത് പോലും RSSുമായിട്ടുണ്ടാക്കിയ ഈ പറയുന്ന ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ലേ? പ്രവർത്തികളിൽ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സഖാബ് പറയാണ്, ഞങ്ങൾ വർഗീയതക്കെതിരാ. എങ്ങനെ വർഗീയതക്കെതിരാവും? ആ വർഗീയതക്കെതിരാവണമെങ്കിൽ ഈ പാർട്ടി തന്നെ കുഴിച്ചു മൂടണം. CPM എന്ന് പറയുന്ന പാർട്ടിയെ തന്നെ കുഴിച്ചു മൂടണം. ആ പാർട്ടി ഉള്ളിടത്തോളം കാലം അതിൻ്റെ ഉള്ളടക്കം തന്നെ വർഗീയതയാ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തരാതരം വർഗീയത, കാലാകാലങ്ങളിൽ വർഗീയത. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാ. ആ സഖാവ് പറയാണ്, ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനെതിരെ പോരാടാൻ പോവുക. കഴിയോ? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം, MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തോളം ഇവർക്കതിന് സാധിക്കുമോ? കാരണം ആ വെള്ളാപ്പള്ളിയെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് സംരക്ഷിച്ചത് ഈ പിണറായി വിജയനാ. വെള്ളാപ്പള്ളിയുടെ കയ്യിലേക്ക് വർഗീയതയുടെ വടി എടുത്തു കൊടുത്തിട്ട് മലപ്പുറത്തിൻ്റെ മക്കളെ പൊതിരെ തല്ലടാ എന്ന് പറഞ്ഞതും ഈ പിണറായി വിജയനാ. ആദ്യം പിണറായി വിജയൻ ഒരടിയടിച്ചു, തുടക്കം വെച്ചു, ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് ആ പിണറായി വിജയൻ ആ വടി നേരെ കൊടുത്തു. ആരുടെ കയ്യിലേക്ക്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ കയ്യിലേക്ക്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. അതിനെ ഏറ്റുപിടിക്കാൻ വെള്ളാപ്പള്ളി ഉണ്ടായി, കേരളത്തിലെ സംഘ് പരിവാർ കൂടങ്ങൾ ഉണ്ടായി, അല്ലേ? അതല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ കാഫിർ സ്ക്രീൻഷോട്ട് KK ലതികയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വളരെ കൃത്യമാണ്. തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ മാത്രമല്ല, CPMൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ വർഗീയതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല.